അപ്പം ഞാൻ ഈ വേറൊരു പ്രോഗ്രാമിന് അധ്യക്ഷനായതുകൊണ്ട് താമസിക്കുമെന്ന് അവിടെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളോട് ഒരു പരിഗണന തന്നു. 20 മിനിറ്റ് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനങ്ങനെ 11, 25 മണി ആയപ്പോൾ ചെന്നപ്പോൾ ഭാരതാംബയുടെ ഒരു ചിത്രം അവിടെ കാണുന്നുണ്ടായിരുന്നു. ആ ചിത്രത്തിൻ്റെ മുന്നിലൊരു വിളക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ വിളക്കിൽ തിരികൊളുത്തുകയും പുഷ്പാർച്ചന നടത്തി തീർക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ സ്വീകരിച്ച് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വാഗത പ്രാസംഗികനായിരുന്നു. പ്രഭാകരൻ സ്വാഗത പ്രസംഗം നടത്തി. അതിനുശേഷം അധ്യക്ഷൻ എന്നുള്ള എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്: രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിൽ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്കൊരു കാര്യമുണ്ട്. ഗവർണർ വേദിയിലിരിക്കുക. ഈ രാജ്ഭവനും കേരള ഗവൺമെൻറ്റും കൂടെ സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ്. ഇതിലൊരു രാഷ്ട്രീയ സൂചനയോ രാഷ്ട്രീയ ചിഹ്നമോ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി പാടില്ല. അതിന് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്.